അബിൻ വർക്കി, UDF രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി നടത്തുന്ന പ്രചാര വേലയാണ് ബിന്ദുവിന്റെ മരണത്തെ തുടർന്നുണ്ടായിരിക്കുന്ന ഈ സംസ്ഥാന വ്യാപക പ്രതിഷേധവും. ആശുപത്രികളൊക്കെ കുഴപ്പത്തിലാണ്, സർക്കാർ ആശുപത്രികളൊക്കെ കുഴപ്പത്തിലാണെന്ന് ബോധപൂർവം വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള നീക്കവും, ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചാര വേലയാണ് എന്നതായിരുന്നു ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണം. മറുപടി താങ്കളുടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അതിദാരുണമായ കൊലപാതകം ഉണ്ടായ ദിവസവും അതിൻ്റെ പിറ്റേന്നാളും സംസ്കാരത്തിൻ്റെ ദിവസമൊക്കെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കുന്നത് തന്നെ വളരെ മോശമാണ്, അത് നിരുത്തരവാദപരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു വീഴ്ച പറ്റി, ആ വീഴ്ചയായി അംഗീകരിച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ആ വീഴ്ചയെ എങ്ങനെ ന്യായീകരിക്കാമെന്നുള്ളതിനെ പറ്റി സ്റ്റഡി ക്ലാസ് എടുക്കുന്ന കുറേ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അത് CPM സംസ്ഥാന സെക്രട്ടറി തൊട്ട് താഴെയിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഗോപികൃഷ്ണൻ 2021 തിരുവനന്തപുരത്ത് RCCയിൽ അമ്മയെ കാണാൻ, ക്യാൻസർ രോഗിയായ അമ്മയെ കാണാൻ വന്ന നാദിറ എന്ന് പറയുന്ന ഒരു വനിത അവിടെ ലിഫ്റ്റിൽ കുടുങ്ങി. പിന്നീട് 2 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു പോയി. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് 2021 നിയമസഭയിൽ ബഹുമാനപ്പെട്ട ഇന്നത്തെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു ചോദ്യം വന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഇന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത്, ഇങ്ങനെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നിടത്ത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നിടത്ത് കൃത്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു കാരണവശാലും മറ്റാളുകളെ, പൊതുജനങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള കർശന നിർദ്ദേശം ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞ നിയമസഭാ രേഖ 2021 ഞാനിപ്പോൾ ഗോപികൃഷ്ണൻ അയച്ചു തരാം. ഇനി ഗോപികൃഷ്ണൻ പറ, ഇവിടെ 2013 ഇനി ഇവരുടെ വാദം ശരിവെച്ചുകൊണ്ട് 2013 തന്നെ നോൺ ഫിറ്റായ ഒരു ബിൽഡിംഗ് ആണ് എന്ന് വിധി എഴുതിയ ഒരു കെട്ടിടത്തിൽ, ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും 2013 തൊട്ട് 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തില്ല എന്നതാണല്ലോ ഇവരുടെ വാദഗതി. ഇപ്പോൾ 2016 മുതൽ 2025 വരെ 13 കൊല്ലത്തിന് ശേഷവും ആ ബിൽഡിംഗ് ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരുടെ വീഴ്ചയാണ്? നിങ്ങളുടെ അല്ലാതെ മറ്റാരുടെ വീഴ്ചയാണ്? അപ്പോൾ ആ കെട്ടിടത്തിൽ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നോ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്? നമുക്കറിയാം, നിങ്ങളുടേതടക്കമുള്ള ചാനലുകളിൽ അവിടെ കാത്തിരുന്ന രോഗികളും അവരുടെ ബൈസ്റ്റാൻഡർമാരും ഈ ബാത്റൂമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ പൊളിഞ്ഞെടുത്ത് നിന്ന് ഒരല്പം കൂടി മാറി പൊളിഞ്ഞിരുന്നുവെങ്കിൽ അതുണ്ടാകാത്തതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം അതായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല ഇന്നത്തെ കാഷ്വാലിറ്റി. കാരണം ഏതാണ്ട് 100ഓളം രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഒരു സൈഡാണ് പൊളിഞ്ഞിരിക്കുന്നത്. ആ ബാത്റൂം കെട്ടിടമാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഒരല്പം കൂടെ മാറിയാണെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. അതായത് വേണ്ടത്ര സൈൻ ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ 10:30 മണിക്കാണ്, 10:40 ഈ അപകടം ഉണ്ടാകുന്നത്. 11:10 ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇനി വരാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതുകൂടി കേരളത്തിൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യം 4 കിലോമീറ്റർ അകലെയായി തെള്ളകം എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ആഡംബര കൺവെൻഷൻ സെന്ററിൽ കേരളത്തിലെ 13 മന്ത്രിമാരും, നിങ്ങൾ കേട്ടോളണം, മുഖ്യമന്ത്രി അടക്കം 13 മന്ത്രിമാർ, കേരളത്തിൻ്റെ DGP, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, 4 ജില്ലയിലെ കളക്ടർമാർ, ഇത്രയും അധികം ആളുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 75%, 75% ഭരണ നിർവഹണ യന്ത്രം ഈ മെഡിക്കൽ കോളേജിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നു. അതുണ്ടായതുകൊണ്ടാണ് 11:10 ഈ 2 മന്ത്രിമാർ വന്നത്. ഈ 2 മന്ത്രിമാർ വരുമ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്നത് കാണുകയാണ്. ഈ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് അവിടെ ഉപയോഗിച്ച ആളുകൾ തന്നെ നമ്മളോട്, മാധ്യമങ്ങളോടടക്കം പറയുകയാണ്. എന്നിട്ടും ഈ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിലെ വലിയ സ്ലാബുകൾ മാറ്റാൻ ഒരു JCB വേണം എന്നുള്ള സാമാന്യ ധാരണ, ഇല്ലെങ്കിൽ സാമാന്യ ബോധം ഈ 2 മന്ത്രിമാർക്ക് ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ്? അവർ അന്നേരം ശ്രമിച്ചത് എന്തിനാണ്? 1/2 മണിക്കൂർ വാർത്താ സമ്മേളനം. ആരുടെയൊക്കെ? ശ്രീ വാസവന്റെയും ശ്രീ വീണ ജോർജിന്റെയും. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ആരോഗ്യ കേരളം നമ്പർ 1 ആണ്. ഞങ്ങൾ കെട്ടിടം കിഫ്ബി ഫണ്ടിൽ പണിതിരിക്കുകയാണ്. ഈ കിഫ്ബി ഫണ്ടിൽ പണിത കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഉദ്ഘാടനം ചെയ്യാത്തതിൻ്റെ കാരണമായി CPM-കാർ തന്നെ പറയുന്നത് ഈ മന്ത്രിയുടെ കെടുകാര്യസ്ഥതയാണെന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഈ മന്ത്രിമാർ 2 പേരും ഇവരുടെ PR വർക്കിന് വേണ്ടി, സർക്കാരിൻ്റെ PR വർക്കിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന 1 മണിക്കൂർ നേരം ഒരു JCB വിളിച്ചിട്ടില്ല. എപ്പോഴാണ് JCB വിളിച്ചത്? അത് നിങ്ങൾ കണ്ടതാണ്. എങ്ങനെയാണ്? ശ്രീ ചാണ്ടി ഉമ്മനോട്, ഇന്ന് മരണപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവ് തന്നെ എൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് മകളടക്കം അവിടെ കരയുന്ന സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി അവിടെ പരിശോധിക്കണമെന്ന് പറഞ്ഞത്.
12 മണി കഴിഞ്ഞു ഗോപികൃഷ്ണൻ. 10:40 അപകടത്തിൽ 12 മണി കഴിയുമ്പോഴാണ് ഒരു JCB വിളിക്കുന്നത്. 12 ശരിയാണ്, JCB വന്നപ്പോൾ അങ്ങോട്ട് കയറി പോകാനുള്ള ഇടമുണ്ടായിരുന്നില്ല, അത് പൊളിച്ച് കയറി പോകേണ്ടി വന്നു. നമുക്ക് ഈ നഷ്ടം 1 മണിക്കൂർ സമയനഷ്ടം ഉണ്ടായത് കൊണ്ട് കൂടിയാണ് ആ സ്ത്രീക്ക് അവിടെ മരണപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. ഇനി അവർ വീണപ്പോൾ തന്നെ അവർക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി. നമുക്ക് നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നമുക്കൊരു ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടാകുമായിരുന്നില്ലായിരുന്നോ? അപ്പോഴൊന്നും ഈ മന്ത്രിമാർ ഇത് ചെയ്തില്ല എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താണ്? ഈ മന്ത്രിമാർ പറയാണ് ഇതിന്റെ അടിയിൽ യാതൊന്നുമില്ല, ആരുമില്ല, ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ്. ഇത് ആരോട് ചോദിച്ചിട്ട്? ഈ മന്ത്രിമാർക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ട്? കാരണം ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഏതൊക്കെ മുറി ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാത്തവരാണോ ആ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ? അങ്ങനെ തെറ്റായ ഒരു വാർത്ത ഇവർക്ക് കൊടുത്തുവെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണ്ടേ? ഞാൻ ഡോക്ടർമാരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ഡിബേറ്റ് ചെയ്യുന്നില്ല. കാരണം ഡോക്ടർ ജയകുമാറിന്റെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബഹുമാനമുള്ള ആളാണ്, അദ്ദേഹം നല്ല ഡോക്ടറാണ്, അതിനകത്ത് ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അവിടെ സൂപ്രണ്ടന്റും മറ്റു ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട ബേസിക് ആയ കാര്യങ്ങൾ ചെയ്തോ? ഏതൊക്കെ മുറിയിൽ ആരൊക്കെ കിടക്കുന്നുണ്ട്, ഏതൊക്കെ ഉപയോഗശൂന്യമായത് ഉപയോഗപ്പെടുന്നുണ്ട്, ഇതൊക്കെ പരിശോധിച്ച് പറയേണ്ടത് ആരാണ്? ഈ ഉദ്യോഗസ്ഥന്മാരല്ലേ? ഇല്ലെങ്കിൽ തന്നെ ഈ വന്ന 2 മന്ത്രിമാർ അവിടെയുള്ള ഒരു സെക്കൻഡ് അവിടെയുള്ള കൂട്ടിരിപ്പുകാരോട് കൂടി ചോദിച്ച് ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലായിരുന്നോ? അപ്പൊ ഈ 2 മന്ത്രിമാർ PR വർക്കിന് പോയതാണ് മൂന്നാമത്തെ പ്രശ്നമായി നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നാലാമത്തെ പ്രശ്നം, ഇവിടെ എന്തോ കുറേ അധികം കണക്കുകൾ ഇവിടെ ശ്രീ H. സലാം പറയുകയാണ്. ഞാനിപ്പോൾ ഗോപികൃഷ്ണന്റെ മൊബൈലിലേക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് അദ്ദേഹം വലിയ കാര്യമായി പറയുന്നത് കണ്ടല്ലോ. എന്താണ് സാർ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് NMC നാഷണൽ മെഡിക്കൽ കൗൺസിൽ എന്തിനാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്? എന്തിനാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്? നിങ്ങളുടെ പ്രവർത്തികൾ, ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തികൾ കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്. ബ്ലഡ് ബാങ്കിന്റെ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോക്കോസ് നോട്ടീസ് അയച്ചത്. ഇനി അതുമാത്രമല്ല, 18 സർജറി ഡോക്ടർമാർ വേണ്ട ഇദ്ദേഹത്തിന്റെ ജില്ലയായ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്ര സർജറി ഡോക്ടർമാരുണ്ട് ഗോപികൃഷ്ണൻ? 8 സർജറി ഡോക്ടർമാർ. കഴിഞ്ഞ ദിവസത്തെ HDC യോഗത്തിൽ തന്നെ ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് മാറ്റണം എന്ന് വരെ തീരുമാനമുണ്ടായി.